നമുക്ക് പോയി ഓരോ ചായ കുടിക്കാം. കടപ്പത്തി 2 ചായ. കഴിച്ചടി 2 ചായ. ഇവർ രണ്ടുപേരും മാടിയിൽ നിന്നാണ് വന്നത്. മാടിയല്ലേ സ്വാമി, മുകളിൽ. രാവിലെ മലയാളം പഠിപ്പിക്കാതെ ഇവങ്ങളെ தெரியுமா ഉനക്ക്? എനിക്കറിയില്ല സ്വാമി, ചിലപ്പോ മുരളി സാറിന്റെ കൂട്ടുകാരായിരിക്കും. മനസ്സിലായില്ലല്ലോ. ഞങ്ങൾ മുരളിയുടെ ഫ്രണ്ട്സാ. ഇന്നലെ രാത്രി ഇവിടെയായിരുന്നോ? അതെ, ഞങ്ങൾ ഇനിയും കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാവും. എന്താ അങ്ങനെ? അത് ഞങ്ങൾ ആദ്യം വേറെ ലോഡ്ജിലാണ് താമസിച്ചത്. പക്ഷെ അവിടെ ഭയങ്കര സ്ട്രിക്റ്റാ, ഒരു സുഖവുമില്ല. ഇവിടെ ആണെങ്കിൽ നല്ല കാമൻ ക്വയറ്റ്. അതുകൊണ്ട് മുരളിയുടെ കൂടെ കൂടാന്ന് വെച്ചു. ഇവിടെ കൂടാമെന്നോ? അയാളെ തന്നെ ഇവിടെ ഇളക്കി വിടാൻ പോവുകയാണ്. അതിനിടയിൽ നിങ്ങളും കൂടെ വന്ന് താമസിക്കാമെന്നോ? അതെ. ആരോട് ചോദിച്ചിട്ടാണ് നിങ്ങൾ ഇവിടെ താമസിച്ചത്? മുരളിയോട്. അയാളാരാ എന്റെ ലോഡ്ജിൽ എന്റെ അനുവാദമില്ലാതെ വേറെ ആളുകളെ കയറി താമസിപ്പിക്കാൻ? മുരളിയല്ലേ മുറി വാടകയ്ക്ക് എടുത്തിട്ടുള്ളത്. അയാൾക്ക് ഇഷ്ടമുള്ള അയാളോട് താമസിച്ച സ്വാമിക്ക് എന്താ? മുരളി ഉണ്ടോ? ഇയാൾക്ക് ഇതെന്തോ அப்படி விடக்கூடாது. ஏதோ ஐடியா போட்டுத்தான் இவங்களை கொண்டு வந்திருக்காங்க. മുരളി, എന്ത് അനാവശ്യമാണ് ഈ കാണിക്കുന്നത്? ഇത് അനാവശ്യമല്ല സ്വാമി, എക്സർസൈസ് ആണ്. ഇതല്ല, ആരോട് ചോദിച്ചിട്ടാണ് ഇതിനകത്തെ വേറെ രണ്ടുപേരെ കൂടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചത്? അത് അവരെന്റെ ഫ്രണ്ട്സ് ആണ് സ്വാമി. നിനക്ക് വേറെയും ഫ്രണ്ട്സ് ഉണ്ടാകുമല്ലോ, അവരെയും എല്ലാം ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കുമോ? അയ്യോ, 3 പേരെക്കുള്ളിൽ ഇതിനകത്ത് അക്കോമഡേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് സ്വാമി. കിണ്ടൽ പண்றியா? നിന്നോട് തന്നെ ഒഴിഞ്ഞു തരാൻ പറഞ്ഞിട്ട് നാളെത്രയായി? ഓഹോ, നിനക്കൊരു ബലത്തിന് വേണ്ടിയിട്ടായിരിക്കും വേറെ രണ്ടുപേരെ കൂടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുന്നത്. അതെല്ലാം ഒന്നും ഇങ്ങനെ നടക്കാതെ എല്ലാം ഉടനെ ഇറങ്ങിത്തരണം. ഞാനെന്തിനാ ഇറങ്ങിത്തരുന്നത്? എന്താണ് എന്റെ പേരിലുള്ള കുറ്റം? സ്വാമി പറഞ്ഞ അഡ്വാൻസ് തന്നിട്ടില്ലേ? മാസാമാസം കൃത്യമായിട്ട് വാടക തരുന്നില്ലേ? വേണ്ടടോ, എനിക്ക് തന്നെ വാടക. 2 കൊല്ലം മുമ്പുള്ള വാടകയല്ലേ? ആഹാ, വാടക കൂട്ടിത്തരാനാണെങ്കിൽ അത് പറഞ്ഞാ പോരെ സ്വാമി? വാടകയും കിടകയും ഒന്നും വേണ്ട. എപ്പോ ആവശ്യപ്പെട്ടാലും ഒഴിഞ്ഞു തരാമെന്ന് പറഞ്ഞല്ലേ താൻ ഇതിനകത്ത് വന്ന് കയറിയത്. എന്നിട്ടിപ്പോൾ നിയമം പറയുന്നോ? എനിക്ക് വളരെ പൊളിച്ചു പണിയാനുള്ളതാ. പൊളിച്ച് പണിതോ? അപ്പൊ ഇറങ്ങി തന്നാ പോരെ? പിന്നെ പണിത് കഴിയുമ്പോ ഒരു മുറി എനിക്ക് തരണം. മുറി മാത്രം മതിയോ? ഒരു AC കൂടെ വേണ്ടേ? ഓ, AC-ക്കൊക്കെ ഇപ്പോ വലിയ വിലയാവൂലേ സ്വാമി? ഈ പഴയ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ തന്നെ ഞാൻ ഭഗീരഥ പ്രയത്നം ചെയ്യുന്നു. പിന്നെ പുതിയ വീടും കൂടെ ആയാൽ ഭേഷായി. ഉടനെ കൂട്ടുകാരെയും വിളിച്ചുകൊണ്ട് ഇറങ്ങണം. സ്വാമി അധികം ഒന്നും സംസാരിക്കണ്ട. ഞാൻ കൃത്യമായിട്ട് വാടക തരുന്നുണ്ടെങ്കിൽ എനിക്കിഷ്ടമുള്ളവർ എന്റെ കൂടെ താമസിക്കും. ആരിച്ച കാര്യങ്ങളൊന്നും അന്വേഷിക്കാതെ സ്വാമി ഇറങ്ങി പോകാൻ നോക്ക്. അത്രയ്ക്കായോ? തന്നെ ഇറക്കി വിടാൻ പറ്റുമോ ഞാനൊന്ന് നോക്കട്ടെ. ഓ, ഇവിടെ എന്താ ചോദിക്കാനും പറയാനും ആരില്ലാന്ന് വിചാരിച്ചോ? ശ്രീകരം ഞാനൊന്നു കൃഷ്ണൻ. ഞാനാ. വരണം. ഹലോ. അല്ല സാറേ, ഞങ്ങൾ ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് നേരം കുറെ ആയി. ഞാൻ മെഡിക്കൽ റെപ്രസെന്റേറ്റീവാ. എന്നാലേ ഞങ്ങളും മെഡിക്കൽ പേഷ്യൻസാ. സാറിന് കച്ചവടത്തിനല്ലേ? രോഗം മാറിയിട്ട് മതി കച്ചവടം. ഏത് ഹോസ്പിറ്റലിൽ ചെന്നാലും കാണാൻ പറ്റുമോ? അകത്തേക്ക് കയറിയാ പുറത്തേക്ക് ഇറങ്ങാൻ 1 മണിക്കൂർ എടുക്കും. രാവിലെ ഇറങ്ങും, ബാഗും തൂക്കി വരണം. ബാലൻ. ഞാനാ വരൂ. എക്സ്ക്യൂസ് മീ ഡോക്ടർ. തന്നോട് മലയാളത്തിലാ പറഞ്ഞ പുറത്തേക്ക്. ഉടനെ വിളിക്കാം. എന്നാ സ്വാമിയാണെന്ന് കണി കണ്ടത്. മുരളി സാർ ഡോക്ടറെ കണ്ടില്ലേ? അതിന് എനിക്ക് അസുഖമൊന്നുമില്ലല്ലോ. പുതിയ സാമ്പിളൊന്നും ഇല്ലേ? പഴയ സാമ്പിൾ ഒരെണ്ണം ഡോക്ടറെ മുറിയിൽ ഇരിപ്പുണ്ട്. ഒരു 10-65 വയസ്സ് വരും. ചെന്ന് പറ്റുമെന്ന് നോക്ക്. പ്രേമവും ജോലിയും കൂടെ ഒന്നിച്ചു കൊണ്ടുപോകാൻ ഞാൻ പെടുന്നൊരു പാട്.
അയ്യോ കടവുളെ, ഞാൻ പേടിച്ചു പോയി. എവിടെയായിരുന്നു? ഒന്നും പറയണ്ട, ഒരു ഡോക്ടറെ കാണാൻ വേണ്ടി കാത്തിരുന്നതാ. ഗായത്രി, ഞാൻ വളരെ സീരിയസ് ആയിട്ട് പറയാണ്, ഇത് രണ്ടും കൂടി നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ശരിയാ, എനിക്ക് പഠിക്കാൻ ഒരു ഇൻട്രസ്റ്റും ഇല്ല. അയ്യോ, പഠിക്കണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. പിന്നെന്താ ഇപ്പൊ പറഞ്ഞത്? അയ്യടാ, രണ്ടും കൂടി നടക്കില്ല എന്ന് പറഞ്ഞത് എന്റെ കാര്യമാ. പ്രേമവും ജോലിയും രണ്ടും രണ്ട് ധ്രുവങ്ങളാ. അതൊക്കെ മനസ്സിലാക്കണമെങ്കിലേ അല്പം കോമൺ സെൻസ് വേണം. അതെങ്ങനെ? തലക്കകത്ത് മുഴുവൻ ഇഡലിയും സാമ്പാറും അല്ലേ? എനിക്ക് വേഗം പോണം. ആ. ഞാൻ ടേപ്പ് ചെയ്തോണ്ടിരുന്നപ്പോ മാമി വന്നു. ആഹാ. ഓഫ് ചെയ്യാൻ പറ്റിയില്ല. എന്നേക്കാൾ കൂടുതൽ മാമി പറഞ്ഞത് ഇതിലുള്ളത്. മാമിയുടെ ഡയലോഗ് കേൾക്കാനാണെങ്കിൽ എനിക്ക് കടയിൽ വന്നിരിക്കുമ്പോ കേട്ടാ പോരെ? എനിക്ക് ബസ് വരാൻ സമയം, ഞാൻ പോട്ടെ. ആ പൂവാലിന്റെ ശല്യം ഇപ്പോഴും ഉണ്ടോ? ശോ, ഒന്നും പറയണ്ട, വലിയ ശല്യ, ദിവസമുണ്ട്. ഒരു ദിവസം ഞാനും വരാം, അന്നത്തോടെ അവസാനിപ്പിച്ചേക്കാം പോരെ? പിന്നെ മാഷില്ലേ? ആ ഉണ്ട്. സ്വാമി ഇരിക്കും, ഞാൻ വിളിക്കാം. ആ. சாமி ஒரு அப்பாவியாச்சே. யாருக்கு வேணுனாலும் எப்ப வேணுனாலும் எது வேணுனாலும் பண்ணிக்கலாமே. அப்படி விடக்கூடாது. ആ എന്താ സ്വാമി പതിവില്ലാതെ? അല്ല, മാഷിനെ ഇന്ന് കടയിലോട്ടൊന്നും കണ്ടില്ല. അതെ, രാവിലെ എഴുന്നേറ്റപ്പോ മുതൽ കൈക്കും കാലിനും ഒക്കെ ഭയങ്കര വേദന. ഇന്ന് പുറത്തോട്ട് ഇറങ്ങിയില്ല. രാവിലെ മുതൽ ഞാൻ മാഷെ അന്വേഷിക്കുന്നതാ. ആ മുരളി ഉണ്ടല്ലോ, അവൻ വേറെ രണ്ട് കൂട്ടുകാരെ കൂടെ മുറിയിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുക. ചോദിക്കാൻ ചെന്നപ്പോൾ അവൻ എന്നോട് പറയുക, കൃത്യസമയത്ത് തന്നെ വാടക വരുന്നുണ്ടല്ലോ, ബാക്കി പാലിച്ച കാര്യങ്ങളൊന്നും സ്വാമി നോക്കണ്ടെന്ന്. ഒരു ശനിയനെ ഒഴിപ്പിക്കാൻ തന്നെ നമ്മൾ പെടാതെ പാടുപെടുമ്പോൾ ഇതാ വേറെ രണ്ട് ശനിയനെ കൂടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുന്നു. ഇവങ്ങളെയെല്ലാം ഞാൻ എന്നാ പண்றது? ആ മുരളിയുടെ കയ്യിൽ നിന്ന് ഒരു വാളയറ്റിട്ട് എഴുതി മേടിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ വല്ല പ്രശ്നം ഉണ്ടാകുമായിരുന്നോ? ആ ഇനിയിപ്പോ നല്ല വാക്ക് പറഞ്ഞ് ഒഴിപ്പിക്കുന്നതാണ് ബുദ്ധി. ഞാൻ സംസാരിക്കാൻ ചെന്നാൽ അവന് യാതൊരു വിലയുമില്ല. അവൻ മുതലോളിയും ഞാൻ വാടകക്കാരനുമാണെന്നാണ് അവന്റെ ഭാവം. എന്നാൽ സ്വാമി ഇനി അവനോടൊന്നും സംസാരിക്കണ്ട, അവനോട് ഞാനൊന്ന് സംസാരിച്ചു നോക്കാം. ആ, അതാ നല്ലത്. ഇന്ന് തന്നെ മാഷ് അവനെ പോയി ഒന്ന് കാണണം. കുറച്ച് ധന്യന്തരം കുഴമ്പ് മേടിച്ച് തേച്ചു കുളിച്ചാൽ കയ്യിന്റെയും കാലിന്റെയും വേദനയൊക്കെ ഒന്ന് മാറി കിട്ടിയാനെ. സ്വാമിയെ കാശ് വല്ലതും ഇരിപ്പുണ്ടോ? ഒരു 10-20 രൂപ മതിയോ? ആ ഉള്ളത് മതി. ഉണ്ടോ? ഉള്ളൂ. ഒരവൺസെങ്കിൽ ഒരവൺസ് വാങ്ങിച്ച് കഴിക്കാമല്ലോ. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. ആയിക്കോട്ടെ. അപ്പോ മാഷ് ഇന്ന് തന്നെ അവനെ വിളിച്ച് സ്ട്രോങ് ആയിട്ടൊന്ന് സംസാരിക്കണം. സ്വാമി പോണം. ധൈര്യമായിട്ട് പൊയ്ക്കോളൂ, ധൈര്യമായിട്ട് പൊയ്ക്കോന്ന്. ആയുർവേദമാകുമ്പോ വേദന മാറാൻ കുറച്ച് സമയം പിടിക്കും. ചാരായ മാമ അങ്ങ് കയറിക്കോളും. പ്രഭാസുവേ,
എടാ വാസു, ഇങ്ങ് വരാ. നീ ചാരായ ഷാപ്പിൽ പോയിട്ട് 200 മില്ലി ചാരായവും 2 മുട്ടയും കുറച്ച് കുരുമുളകിന്റെ പൊടി കൂടി വാങ്ങിച്ചോ. എന്താണത്? എന്ത് മുടി? എന്ത് ഫാഷൻ? എടാ പോയി മുടി മേടിച്ചു വാ. പിന്നെ ആര്? സൈക്കിൾ ജാക്സൺ.